Dear students, today I want to discuss the Kerala Engineering previous year questions of circular motion. Circular മോഷനിലെ കൺസെപ്റ്റ്സുകൾ ടു ഡൈമെൻഷണൽ മോഷനിലും ലോസ് ഓഫ് മോഷനിലും അതോടൊപ്പം വർക്ക് പവർ എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ് ആദ്യത്തേത്. എ ബീഡ് ഈസ് ടൈഡ് on one end of a stiff rope of length 1 meter. With the other end of the rope as the center, the rope is rotated in such a way that the bead completes 10 revolutions per second. The centripetal acceleration of the bead is. So we can say, നമ്മളൊരു സാധാരണ സർക്കുലർ മോഷൻ എന്നുള്ള സെൻസിൽ 1 meter ലെങ്ത് ഉള്ള ഒരു സ്റ്റിഫ് റോപ്പാണ്. ദെൻ ഇറ്റ് ഈസ് മൂവ്സ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ, circular motion. So it is said it completes 10 revolutions per second. So number of revolutions per second നെ നമുക്ക് ഫ്രീക്വൻസി ആയിട്ട് പറയാം. ഇറ്റ് ഈസ് 10. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഓഫ് ദ ബീഡ്. സി, ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ആകുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷനാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അത് ആക്ട് ചെയ്യുന്നത് എലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദി സെൻറ്ററാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻസ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് v² ഡിവിഷൻ ബൈ r. നമുക്ക് വിക്ക് പകരം r ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we can solve it to be r omega square v omega. സിറ്റുവേഷനുകൾക്ക് അനുസരിച്ച് നമുക്ക് ഈ റിലേഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നതിൽ റൊട്ടേഷണൽ കൺസെപ്റ്റ്സിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒമേഗയ്ക്ക്. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ദാറ്റ് എ സി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. അപ്പോൾ അതിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട കൺസെപ്റ്റാണ് ഒമേഗ എന്ന് പറയുന്നത് 2 pi into f, so that much is square. So that is equal to r into 4 pi square into 10 square. So that is equal to, the radius is given as 1 into 4 into 10 square as a 400 pi square. So that much meter per second square. See, in this choices we can take that A choice as the answer. We have to correct it. So A as the answer, that is a 400 pi square meter per second square. So we can move to the next question from 2017. A wheel is rotating at 12 revolutions per second. Is brought to rest in 6 seconds. So it is given the frequency as is equal to 12 rps. The time of motion is 6 seconds. The average angular deceleration in radian per second square of the wheel during this process is. അപ്പോൾ നമ്മുടെ മനസ്സിലെ there should be a link between the circular motion and the rotational motion. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷനാണ് ലീനിയർ മോഷനിലെ വി ടി is equal to v0 പ്ലസ് ആൽഫ് എ ടി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ അല്ലെങ്കിൽ സർക്കുലർ ഇക്വേഷൻ we can say as is equal to alpha into t. So here the angular acceleration or radial angular acceleration, omega 0 is the initial angular velocity, final angular velocity. We can easily write it as is equal to alpha into t.
അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനോഹരമായിട്ട് നമ്മുടെ ആങ്കുലാർ ആക്സിലറേഷൻ്റെ റിലേഷൻ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഒമേഗ ടി മൈനസ് ഒമേഗ 0 ദ ഡിവിഷൻ ബൈ ടി. So while putting here, it is going to rest and hence we can say as a 0. Then what about the initial ആയിട്ടുള്ള ആങ്കുലാർ വെലോസിറ്റി? നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. കാരണം ഇവിടെ നമുക്ക് ഫ്രീക്വൻസിയാണ് നമുക്ക് തന്നിരിക്കുക. 2π ഇൻറ്റു എഫ് എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദ ഡിവിഷൻ ബൈ ദ ടൈം അണ്ടർ കൺസിഡറേഷൻ. സോ നമുക്ക് ആൽഫയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു 2π into that frequency is given as what? The 12 revolutions per second. That division by the time interval is taken as a 6. So it becomes minus 4 pi that much radian by second square. ഇപ്പോൾ സർക്കുലർ മോഷനും നമ്മുടെ ലീനിയർ മോഷനുമായിട്ടുള്ള കമ്പാരിസൺ നമ്മൾ നടത്തിയാൽ വളരെ മനോഹരമായിട്ട് ഇത്തരം ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. From 2016, an aeroplane is flying with a uniform speed of 150 km per hour along the circumference of a circle. The change in its velocity in half the revolution. അപ്പം സർക്കുലർ മോഷനാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ ഹാഫ് റെവല്യൂഷൻ വരുന്ന സമയത്ത്, ഇപ്പോൾ ഹാഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ സപ്പോസ് എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ദ വെലോസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ ഡയറക്ഷനിലും അപ്വേർഡ് ഡയറക്ഷനിലും ഹാഫ് റെവല്യൂഷൻ കഴിയുമ്പോൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പൊസിഷനിൽ വരികയും വെലോസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാവുകയും ചെയ്യും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ഇപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വി നോ that is the final velocity minus initial velocity ആണ്. അത് കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ റിലേഷൻ നമുക്ക് വളരെ ഈസിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ മൈനസ് 2 v1 v2 cos തീറ്റ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഓരോന്നിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. അത് 150 km/h ആണ്. അതോടൊപ്പം ദി ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയതുകൊണ്ട് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ബി ആസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദറ്റ് v1 സ്ക്വയർ ആസ് ദാറ്റ് ഈസ് വി ക്യാൻ സേ ആസ് v സ്ക്വയർ പ്ലസ് v സ്ക്വയർ മൈനസ് 2v സ്ക്വയർ ആൻഡ് കോസ് 180 എന്ന് പറയുമ്പോൾ നമുക്ക് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് 2v സ്ക്വയർ ദിസ് മൈനസ് പ്ലസ് 2v സ്ക്വയർ. So that is equal to root 4v square. That is equal to 2 into v. But double the speed ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുക. That is 2 into 150 km/h. That is 300 km/h as the answer. So we get D as the choice. We can move to the question number 4 from 2016. In uniform circular motion, the centripetal acceleration is. ഇപ്പോൾ സാധാരണ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ആകുമ്പോൾ only one acceleration is acting. That is because of the change in direction of velocity. ഓരോ ഇൻസ്റ്റൻറ്റിലും നമുക്കറിയാം ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യലി ആണ് ആക്ട് ചെയ്യുന്നത്. ആ ടാൻജൻഷ്യലി ആക്ട് ചെയ്യുന്ന ആ വെലോസിറ്റിയുടെ ചേഞ്ച് ഇൻ direction, that is will contribute this centripetal acceleration or center seeking acceleration that is acting along the radius towards the center. അപ്പോൾ ടാൻജൻഷ്യലി ആണ് ഓരോ പോയിന്റിലും വെലോസിറ്റി ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വെലോസിറ്റി ഡയറക്ഷനും നമ്മളുടെ ആക്സിലറേഷനും തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ we can move with the choices: a variable acceleration parallel to the instantaneous velocity, away from the center of the circular path and perpendicular to the instant, not towards the center. A constant acceleration, not it is a variable one. കാരണം ഓരോ പൊസിഷനുകളിലും അതിൻ്റെ
direction is changing, അത് നമുക്ക് പറയാൻ പറ്റില്ല. Towards the center of the circular path and perpendicular to the instantaneous velocity, and hence we can say A as the answer. So we can move to the question number 2015. A car moves at a speed of 20 meter per second on a banked track, describes an arc of circle of radius 40 root 3 meter. The angle of banking is. അപ്പോൾ നമ്മളൊരു ബാങ്ക്ഡ് കർവ്ഡ് റോഡിലെ കേസ് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ, സപ്പോസ് say a vehicle is moving here, you know the concept. It's നമുക്ക് അതിൻ്റെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കറസ്പോണ്ടിങ്ലി ഇറ്റ്സ് എ റിയാക്ഷൻ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അണ്ടർ കൺസിഡറേഷൻ. സോ നമുക്ക് ഫോർ ദ ടൈം ബീയിങ് ദാറ്റ് reaction can be splits into two components, one horizontal and then another one as vertical. ഇത് ആംഗിൾ ഓഫ് ദ ഇൻക്ലൈൻ ആയതുകൊണ്ട് ജോമെട്രിക്കൽ അനുസരിച്ച് ഇത് തീറ്റയാകുന്നു. ആൻഡ് ദിസ് കമ്പോണൻറ്റ് ബിക്കം ആർ കോസ് തീറ്റ ആൻഡ് ദിസ് ബിക്കം ആർ സൈൻ തീറ്റ. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്കുലർ പാത്തിൽ എലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദി സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് ആർ സൈൻ തീറ്റ എന്ന് പറയാം. ദാറ്റ് മീൻസ് ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഏത് ഏജൻസിയാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ വി ക്യാൻ ഈസിലി സേ ദാറ്റ് എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ ഈസ് ഗിവൺ ബൈ ദാറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ഈസ് ആർ സൈൻ തീറ്റ. നമ്മൾ വെർട്ടിക്കൽ മോഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ച് നമുക്ക് എടുക്കുമ്പോൾ അവിടെ ദാറ്റ് വി ക്യാൻ സേ എം ജി ദാറ്റ് ഈസ് ബാലൻസ്ഡ് വിത്ത് ആർ കോസ് തീറ്റ. ഈ രണ്ട് റിലേഷനും തമ്മിൽ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് എ വെരി ഗുഡ് റിലേഷൻ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ടാൻ തീറ്റ. ബട്ട് വി ഗെറ്റ് ദ റിലേഷൻ ആസ് വി സ്ക്വയർ ബൈ ആർ ജി. ആ കാർ മൂവ് ചെയ്യുന്ന സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. ദ ഡിവിഷൻ ബൈ ആർക്കിൻ്റെ റേഡിയസ് ഈസ് 40 റൂട്ട് 3. ദാറ്റ് മച്ച് ഇൻ ടു ദ ആംഗിൾ ഓഫ് ബാങ്കിങ്, സോറി, ദാറ്റ് വാല്യൂ ഓഫ് ജി as 10. So that is equal to, so yes, 4 cancel. So we get the value as 1 by root 3. So നമുക്കറിയാം 1 by root 3 എന്ന് പറയുമ്പോൾ തീറ്റയുടെ വാല്യൂ that is equal to tan inverse of 1 by root 3, and we get the value as 30 degree. So we can say D as the option. Look, the question number 6th one, 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. A cyclist bends while taking turn in order to. അപ്പോൾ ഒരു സർക്കുലർ പാത്തിലൂടെ പോകുമ്പോൾ ഒരു സൈക്ലിസ്റ്റ്, സേ വി ക്യാൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ് വൺ. ബൈക്ക് റൈഡേഴ്സ് ഒക്കെ തീറ്റ ആംഗിളിലേക്ക് ടിൽറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ അവിടെ ഉള്ള ഫോഴ്സസ് നമ്മൾ ചിന്തിക്കുമ്പോൾ വെയ്റ്റ് ഓഫ് ദ റൈഡറും വെഹിക്കിളും വെർട്ടിക്കലി ഡൗൺവേർഡ് ആകുന്നു. റിയാക്ഷൻ എന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നു. ആ റിയാക്ഷനെ നമുക്ക് രണ്ട് കമ്പോണൻറ്റുകളായിട്ട് നമുക്ക് വെർട്ടിക്കലിൽ നിന്നുള്ള ആംഗിൾ തീറ്റ ആയിട്ട് എടുത്താൽ ഇത് തീറ്റയാകുന്നു. സോ ദിസ് ബിക്കം ആർ കോസ് തീറ്റ ആൻഡ് ദിസ് ബിക്കം ആർ സൈൻ തീറ്റ. ആ സർക്കുലർ പാത്തിൻ്റെ എലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദി സെൻട്രൽ ആക്ട് ചെയ്യുന്ന ഒരു കമ്പോണൻ്റായിട്ട് ആർ സൈൻ തീറ്റ മാറുകയാണ്. ദാറ്റ് മീൻസ് the necessary centripetal force is provided by that horizontal component of reaction as r sin theta.
അപ്പോൾ നമ്മൾ സാധാരണ ഫ്രിക്ഷൻ കുറവായിട്ടുള്ള നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റാത്ത സർക്കുലർ പാത്ത് വരുമ്പോൾ സോ വി റിക്വയർഡ് അനദർ ഏജൻസി. ആ ഏജൻസി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും. സോ the cyclic bends in order to get the sufficient centripetal force. So we can say B as the answer for the question. Another similar question from 2014, the seventh one. A wheel is rotating at 1800 rotations per minute. നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും പെർ സെക്കൻഡിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ ഡിവൈഡഡ് ബൈ 60, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 30 RPS about its axis. When the power is switched off, it comes to rest in 2 minutes. So the time we can take in as 2 minutes. So 2 into 60. Then the angular retardation. നമ്മൾ ഓൾറെഡി നമുക്കറിയാം ദാറ്റ് റിലേഷൻ ഈസ് ഒമേഗ ടി മൈനസ് ഒമേഗ 0 ബൈ ടി. അപ്പം ഗോയിങ് ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ 0 മൈനസ് 2π ഇൻറ്റു എഫ് ഡിവിഷൻ ബൈ ടി. So we have to substitute the frequency. So that is equal to 30 RPS division by the time is taken as 2 minutes. So 0 0 cancel, 3 it becomes 2, 1 2 2 cancel. So we get the answer as minus pi by 2. So that much radian by second square. So that is a very important concept. So minus pi by 2 radian by second square. So we can move to the question number 8th one from 2013. A particle describes uniform circular motion in a circle of radius 2 meters with the angular speed omega that is equal to 2 radian by second. The magnitude of the change in velocity in pi by 2 second. So pi by 2 second travel ചെയ്യുമ്പോൾ എന്തുമാത്രം മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് സാധാരണ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ ഫൈനൽ മൈനസ് ഇനിഷ്യലാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലേക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ വി നോ ദ വെരി ഇമ്പോർട്ടൻ്റ് റിലേഷൻ അസ് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ മൈനസ് 2 v1 v2 കോസ് തീറ്റയാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂണിഫോം സർക്കുലർ മോഷനാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും വി സെയിമാണ്. പക്ഷേ വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. പക്ഷേ അതോടൊപ്പം നമുക്ക് തീറ്റയുടെ വാല്യൂ അറിയണം. തീറ്റ നമുക്കറിയില്ല, പക്ഷേ സമയം നമുക്ക് തന്നിട്ടുണ്ട്. സോ സിമ്പിളായിട്ട് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആങ്കുലർ വെലോസിറ്റി. ഒമേഗ എന്ന് പറയുന്നത് ആങ്കിൾ ബൈ ടൈം അല്ലേ. അപ്പോൾ നമുക്ക് ആങ്കിൾ എന്ന് പറയുന്നത് ടി ഇൻറ്റു ഒമേഗ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ടൈം ടി എന്ന് പറയുന്നത് ഇവിടെ പൈ ബൈ 2 ആണല്ലോ. ദാറ്റ് ഒമേഗ ഈസ് ഗിവൺ ആസ് 2. സോ പൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 180 ഡിഗ്രിയാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ സർക്കുലർ മോഷൻ എടുക്കുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വെലോസിറ്റി വരുന്നു എന്നാണ്. സോ നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് വി ക്യാൻ സേ ആസ് 2v സ്ക്വയർ മൈനസ് 2v സ്ക്വയർ ഇൻറ്റു -1. കോസ് 180യുടെ വാല്യൂ -1 ആയിട്ട് എടുക്കുമ്പോൾ ഇത് 4v സ്ക്വയർ ആയി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2v ആയിട്ട് മാറി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആയി കഴിഞ്ഞു. പക്ഷേ ഒമേഗയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ v ഈക്വൽ ടു r ഒമേഗ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് നമുക്ക് റേഡിയസ് ആയിട്ട് തന്നിരിക്കുക 2 മീറ്റർ. എന്താണ് ആങ്കുലർ സ്പീഡ് 2 ആണ്. സോ 2 ഇൻറ്റു 2 ഇൻറ്റു 2. സോ വി ഗെറ്റ് ദ റിലേഷൻ that as 8 meter per second. So we can put the answer as a C. So we can move to the 9th question from 2013. A particle tied to a string describes a vertical circular motion of radius r continually. If it has a velocity root 3gr at the highest point, then the ratio of the respective tensions in the string holding it at the highest and lowest position points is. The highest പോയിന്റിലെ ടെൻഷനും ലോവസ്റ്റ് പോയിന്റിലെ ടെൻഷനും നമ്മൾ കണ്ടുപിടിക്കണം.
അപ്പോൾ സാധാരണ ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിച്ചാൽ ദ വെയ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നറിയാം. ദ ടെൻഷൻ ഈസ് ആക്ടിങ് അലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദി സെൻറ്റർ. സി that mg, the weight we can splits into two components. If it is theta, then this becomes theta and this component becomes mg cos theta. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇവിടുത്തെ കേസിൽ ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ്, ബട്ട് ഇറ്റ് ഈസ് ഡീഗ്രേഡഡ് ബൈ ദ കമ്പോണൻറ്റ് ആസ് എം ജി കോസ് തീറ്റ. അപ്പോൾ ഏത് ആംഗിളിലുള്ള ടെൻഷനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള റിലേഷനാണ് എം ജി കോസ് തീറ്റ പ്ലസ് എം ഇൻറ്റു വി സ്ക്വയർ ഡിവിഷൻ ബൈ ആർ. അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റുകളെ കുറിച്ചാണ് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത്. ഹയസ്റ്റ് പോയിന്റും നമ്മളുടെ ലോവസ്റ്റ് പോയിന്റും. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ തീറ്റ എന്ന് പറയുമ്പോൾ ഈ വാല്യൂ 180 ഡിഗ്രി ആയിട്ട് മാറുകയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് √3gr ആയിട്ടാണ് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെൻഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എം ജി ഇൻറ്റു we know the cos 180 become -1 plus m by r into v square എന്ന് പറയുമ്പോൾ √3gr square. So r cancel, 3mg minus mg എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യതയോടെ 2mg എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ടെൻഷൻ അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ്. ലോവസ്റ്റ് പോയിന്റ് ആകുമ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ എത്രയാകുന്നു? 0 ആയി മാറുകയാണ്. അപ്പോൾ cos 0 1 ആയി. സോ mg പ്ലസ് m by r into the velocity at the lowest point in the square ആണ്. അവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി we can just consider the point h and l. അവിടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, ദ ടോട്ടൽ എനർജി നമ്മൾ കൺസിഡർ ചെയ്താൽ we can easily say that the kinetic energy ഹയസ്റ്റ് പോയിന്റിലെ വാല്യൂ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെയായിരിക്കണം ഇൻ ടോട്ടൽ ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ലോവസ്റ്റ് പോയിന്റ്. പക്ഷെ നമ്മുടെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് ഈ തരത്തിലാണ് എടുക്കുന്നതെങ്കിൽ കൈനറ്റിക് എനർജി ഹയസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. വാട്ട് ഈസ് ദാറ്റ്? അവിടുത്തെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് √3gr ആണ്. സ്ക്വയർ എടുത്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 3gr പ്ലസ് എന്താണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്? ഹയസ്റ്റ് പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് അവൻ്റെ ഡയമീറ്റർ ആയിട്ട് മാറുകയാണ്. സോ എം ജി ഇൻറ്റു 2r ആയിട്ട് നമുക്ക് കൊടുക്കാം. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ്? അവിടുത്തെ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് 0 ആയിട്ട് എടുക്കാം റെഫറൻസ് ലൈനുമായിട്ട് എടുക്കുമ്പോൾ. സോ ഇവിടെ എന്ന് പറയുന്നത് 3/2 mgr പ്ലസ് 2mgr ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് em ഇൻറ്റു വി സ്ക്വയർ. സോ നമുക്കിവിടെ നമുക്ക് എടുക്കുമ്പോൾ 2 × 2 4, 4 + 3 7, 7/2 emgr എന്ന് പറയുന്നതാണ് ഹാഫ് എം വി എൽ സ്ക്വയർ. എം ക്യാൻസൽ ആക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ദ ലോവസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് √7gr ആയി. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7gr ആണ്. r ക്യാൻസൽ ആയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 7mg പ്ലസ് mg. ഇറ്റ് ബിക്കംസ് 8mg ആയിട്ട് മാറുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെൻഷൻസിൻ്റെ റേഷ്യോ ആണ് അറ്റ് ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് പൊസിഷൻസിൻ്റെതാണ്. ഹയസ്റ്റ് പൊസിഷനിൽ അവിടെ 2mg ആയിട്ടാണ് മാറിയത്. പക്ഷെ അതേ സ്ഥാനത്ത് ലോവസ്റ്റ് പൊസിഷനിൽ അത് 8mg ആണ്. സോ യു ക്യാൻ ടേക്ക് ദ റേഷ്യോ ആൻഡ് വി ഗെറ്റ് ദ ആൻസർ ആസ് ദ തേർഡ് ചോയ്സ്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. So we can move to the question number 10th one, 2011. Look, a bridge is in the form of a semicircle of a radius 40 meter. The greatest speed with which the motorcycle can cross the bridge without leaving the ground at the highest point. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർക്കുലർ ബ്രിഡ്ജാണ് എടുക്കുന്നത് എന്നിരിക്കട്ടെ, ഒരു സെമി സർക്കുലർ ആർക്ക് എന്നുള്ള തരത്തിൽ. അപ്പോൾ ബോഡി അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ,
the reaction in the upward direction. അപ്പോൾ നമുക്ക് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ m/v²/r പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ എലോങ് ദ റേഡിയസ് ആക്ട് ചെയ്യുന്ന mg ആണ്. പക്ഷെ അതിനെ ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടി, ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി റിയാക്ഷൻ ഉണ്ട്. മാക്സിമം സ്പീഡ് എന്നൊരു കണ്ടീഷൻ നമ്മൾ എടുക്കുമ്പോൾ ഓർക്കണം, സർഫസുമായിട്ടുള്ള കോണ്ടാക്റ്റ് സീറോ ആകുക വഴി റിയാക്ഷൻ നമുക്ക് സീറോ ആക്കിയെടുക്കാം. അപ്പോൾ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് m/v²/r എന്ന് പറയുന്നത് mg ആയിട്ട് മാറുകയാണ്. ക്യാൻസലായി. അവിടെ നമുക്ക് v² എന്ന് പറയുന്നത് rg. സോ വി ടേക്ക് ദ വാല്യൂ ആസ് √rg ആയിട്ട് മാറും. ഇവിടെ നമുക്ക് കൃത്യതയുള്ള റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 40. ദ ഗ്രാവിറ്റി വാല്യൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 10 ആയിട്ട് എടുത്താൽ ആസ് 400. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 20 meter per second. So B is the choice for the question. We can move with the question number, the 11th one. A good aspect is there, especially about the centripetal force. A stone of mass 2 kg is tied to a string of length 0.5 meter. Yes, അപ്പോൾ 0.5 meter റേഡിയസ് ഉള്ള, അപ്പോൾ അവൻ്റെ മാസ് തന്നിട്ടുണ്ട് 2 kilogram ആണ്. If the breaking tension of the string is 900 Newton, then the maximum angular velocity the stone can have in uniform circular motion. അപ്പോൾ അവന് ഒരു സർക്കുലർ മോഷൻ നടത്തുകയാണ്. നമുക്കറിയാം the tension that will provide the necessary centripetal force. അപ്പോൾ നമുക്ക് ഈ m/v²/r എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ടെൻഷനാണ്. പക്ഷെ ഇവിടെ ആംഗുലാർ വെലോസിറ്റിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് വി ക്യാൻ യൂസ് ദ റിലേഷൻ ആസ് m/r⍵². മാക്സിമം ടെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ബോഡിയുടെ മാസ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, ഒമേഗയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ω² is equal to T/mr. So omega take the value as is equal to √T/m/r. So that is equal to root of that tension is nothing but equal to 900 by the mass is 2 kilogram and the radius is 1/2, the 0.5. So √900 take the value as a 30 radian per second as the answer. So A is the answer for the question. So students, you must do maximum MCQs, then only you can get maximum score for the competitive exams. Take care. God bless you.